കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. ശക്തമായ പ്രതിഷേധമാണ് നഗരസഭയ്ക്ക് മുന്നിൽ അരങ്ങേറിയത്. യൂത്ത് ലീഗ് പ്രതിഷേധം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 9 മണിയോടെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ സമരവുമായി എത്തി. ശക്തമായ പ്രതിഷേധമാണ് നഗരസഭയ്ക്ക് മുന്നിൽ അരങ്ങേറിയത്. ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. വൻ പോലീസ് സന്നാഹം ബാരിക്കേഡ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞു. യൂത്ത് ലീഗ് പ്രതിഷേധം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം.എ. ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സനീഷ് ജോർജിനെ കൂട്ടി ഒരു കുറുമുന്നണിയുണ്ടാക്കി CPM ഭരണം പിടിക്കുകയായിരുന്നു. ആ CPM ഭരണം പിടിച്ച അന്നു മുതൽ ഈ പിരിച്ച കാശുകളെല്ലാം CPM-ന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പൈസ പൂർണ്ണമായും ചെയർമാനോ അല്ലെ AE അല്ല കൊണ്ടുപോയിരിക്കുന്നത്. അത് AE ഇന്നലെ വിശദമായി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നിശ്ചിത വിഹിതം CPM-ന്റെ പാർട്ടി ഓഫീസ് പണിയുന്നതിനും CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർക്കുമൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. P. സുധീർ, EMA അമീൻ, AM കരീം, PK മൂസ, MM ഷുക്കൂർ, PM നിസാമുദ്ദീൻ, KM നിഷാദ്, MA സാബിർ, ഷാഗുൽ കപ്രാട്ടിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. UDF പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിയും കൗൺസിലർ മുഹമ്മദ് അഫ്സലും ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷാവസ്ഥയുണ്ടായി. പതിനൊന്ന് മണിയോടെ കൗൺസിൽ യോഗം വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്നെങ്കിലും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് UDF BJP മെമ്പർമാർ ബഹളം വെച്ചു. ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ 280-ൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം. പോപ്പുലർ വെഹിക്കിൾസ്, ട്രൂ വാല്യൂ, വെങ്ങലൂർ ജംഗ്ഷൻ, തൊടുപുഴ.